എൻ്റെ സ്പേസ് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ അങ്ങനെ അൺഇൻവൈറ്റഡ് ആയിട്ടുള്ള ആരുമില്ല. അറ്റ്ലീസ്റ്റ് ഫോർ ലൈക്ക് ലാസ്റ്റ് 2 years ഞാൻ സോഷ്യലൈസ് ചെയ്യലില്ല. ഇപ്പം പ്രത്യേകിച്ച് ഞാൻ ഒരു ഫംഗ്ഷന് പോകുന്നത് വളരെ വളരെ കുറവാണ്. എൻ്റെ സ്പേസ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്, സോറി ഇതിൽ ഒരുപാട് ഞാൻ എന്ന് പറയാതെ ഇത് കംപ്ലീറ്റ് ആവില്ല. എൻ്റെ ഇപ്പം എൻ്റെ ഷോസിലാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പം എനിക്ക് കൂട്ടുകാർക്ക് അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാൻ സമയം കിട്ടുന്നില്ല. സോ നമ്മൾ എന്താ ഇത്രയും വർഷം വെച്ചാൽ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരെ, എനിക്ക് ഏറ്റവും റെസ്പെക്റ്റും ഇഷ്ടവും വിശ്വാസമുള്ള ആളുകളെ ചുറ്റിനും നിർത്തിയിട്ട് അവർ ഓരോ കാര്യത്തിൽ ട്രെയിൻ ചെയ്തു. സോ ഇപ്പോൾ ഹോസ്പിറ്റാലിറ്റി ആയിക്കോട്ടെ ഒരു വിഭാഗം ആയിരിക്കും, അപ്പുറത്തെ ഒരു കൺസോൾ മാനേജ്മെന്റ് ലൈറ്റിംഗ്, അവരതിൽ എക്സ്പേർട്ട് ആയിരുന്നിട്ടുണ്ടാവില്ല. നമ്മൾ അവരെ ഡെവലപ്പ് ചെയ്ത് ബിൽഡ് ചെയ്ത് ഇപ്പം എനിക്ക് ഏറ്റവും ട്രസ്റ്റ് ചെയ്യാം. എൻ്റെ പി എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ. അംഗനവാടി തൊട്ട് എൻ്റെ കൂടെയുള്ള ആളാണ്, അവിടുന്ന് തൊട്ട് എൻ്റെ കൂടെയുള്ള ആളാണ്. അപ്പൊ അവനെ വിശ്വസിക്കാവുന്ന പോലെ ആരെങ്കിലും വിശ്വസിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. സോ ഐ ഡോണ്ട് ഹാവ് ടു തിങ്ക് ദാറ്റ് സൈഡ്. ആ ഒരു നെഗറ്റീവ് സാധനം അവൻ്റെ അടുത്തേക്ക് എത്തിക്കില്ല. രാജമൂർത്തി എൻ്റെ എത്രയോ വർഷമായിട്ടുള്ള എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്താണ്. പല സ്ഥലങ്ങളിലും അദ്ദേഹം മെന്റർ പോലെയാണ് എൻ്റെ അടുത്ത്. അതായത് എൻ്റെ ചെവി പിടിച്ച് ഞാൻ കുറച്ച് പേര് പറഞ്ഞാലും ഞാൻ കേൾക്കൂ. പക്ഷെ രാജമൂർത്തി ആൻഡ് ജിസ് അവരങ്ങനത്തതാ. ജസ്റ്റ് ഇവര് രണ്ടാളും അപ്പുറത്തപ്പുറത്തുണ്ട്. മിഥുൻ ഭായി, നമ്മുടെ മാനേജർ ആയിക്കോട്ടെ, ഇവരെല്ലാവരും എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തുക്കളാണ്. സോ എനിക്കൊരു വീക്കെൻഡിൽ ഞാൻ പോകുന്നു, നമ്മുടെ തലേന്നാൾ എല്ലാവരും കൂടി കൂടുന്നു. ഇറ്റ്സ് ലൈക്ക് എ ഫെസ്റ്റിവൽ. പിറ്റേ ദിവസം ഷോ നടത്തുന്നു. പിന്നെ അന്ന് ലേറ്റ് നൈറ്റ് വരെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മളെല്ലാവരും കൂടി പിറ്റേ ദിവസം ചിലപ്പോൾ വന്ദേഭാരതത്തിന് എല്ലാവരും കൂടി ഒന്നിച്ച് പോകാം, അല്ലെങ്കിൽ കാറുകളാണെങ്കിൽ അങ്ങനെ എല്ലാവരും ഒന്നിച്ച് വന്ന് അവിടെ അത് തീർന്നു. ഇതല്ലാതെ എനിക്ക് ഐ ഡോണ്ട് ഹാവ് ടു ഡീൽ വിത്ത് പീപ്പിൾ എന്ന് പറയുന്നത്, മനസ്സിലായോ? അതുകൊണ്ട് ഒരു നെഗറ്റിവിറ്റി എൻ്റെ നമ്മുടെ സ്പേസിലേക്ക് എത്താൻ കുറച്ചും കൂടെ പ്രൊട്ടക്റ്റഡ് ആണ്, ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം. സോ ഇതുപോലെ വളരെ കരുതലുള്ള ഒരു ടീമിനെ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ സ്പേസ് വളരെ മനോഹരമാക്കിയിട്ടിരിക്കുക. ഏതൊരാൾക്കും ഇത് ശാന്തേ ഉള്ളൂ. പക്ഷെ നമ്മൾ വിചാരിക്കും വേണ്ടാത്ത കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും നമുക്കിങ്ങനെ ആയിപ്പോയി ഇനി ഇങ്ങനെ പറ്റും, അങ്ങനെയൊന്നുമില്ല. എൻ്റെ ഹാപ്പിനെസ്സിൻ്റെ കീ നമ്മൾ വേറെ അടുത്തെങ്കിലും കൊടുത്തിട്ട് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം നെഗറ്റിവിറ്റി വേണ്ട എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. അത് ഓടി ഒളിക്കുന്ന പോലെ എന്നൊക്കെ വേണമെങ്കിൽ ആൾക്കാർക്ക് പറയാം. അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഇതൊന്നും ഡീൽ ചെയ്യാനുള്ള ഗഡ്സ് ഇല്ല, ഇതൊന്നുമല്ല. ഇപ്പം എനിക്ക് ആവശ്യമുള്ള സ്പേസ്, ഫോക്കസ്, അതിന് വേണ്ടുന്ന സറൗണ്ടിങ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഏതൊരാൾക്കും ഫോളോ ചെയ്യുന്നതേ ഉള്ളേ. നിങ്ങളുടെ പർപ്പസ് എന്താണ്? ആളുകളെ ഒഴിവാക്കുന്നതും ഇതൊന്നും തെറ്റില്ല. കുറേ ടോക്സിസിറ്റി നമ്മൾ ഇങ്ങനെ ഒരു ബിഗർ പർപ്പസിന് വേണ്ടി നിങ്ങൾ ഫോക്കസ് ചെയ്തതിന് കുറേ ടോക്സിസിറ്റി ഒഴിവാക്കേണ്ടി വരും. നമ്മൾ പറയും ചിലർ നിങ്ങളുടെ ചരിത്രത്തിന്റെ ഭാഗമാവേണ്ടതാ, ചിലർ നിങ്ങളുടെ ലക്ഷ്യത്തിൻ്റെയും.